മിഡ് റേഞ്ച് സീരീസിൽ നല്ലൊരു ക്യാമറ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു ഫോൺ വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഫോണാണ് വിവോയുടെ വി സീരീസിലെ V40. എൻ്റെ കയ്യിലിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് വേരിയൻ്റ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇങ്ങനൊരു ബോക്സിങ്ങിലാണ് വിവോയുടെ V40 ഫോൺ വരുന്നത്. ബാക്ക് സൈഡിൽ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്തിട്ട് നമുക്കിതിലെ കണ്ടന്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഫോൺ കാണുന്നുണ്ട്. നല്ലൊരു കിടിലൻ ഡിസൈൻ അല്ലേ. ഫോൺ ജസ്റ്റ് അവിടെ മാറ്റി വെക്കാം. ഒരു കിടിലം TPU കേസ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ബുക്ക്ലെറ്റ്സ്, Type A to Type C USB കേബിള്, ഒരു സിം ഇജക്ടർ ടൂള് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു 80 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജ് അഡാപ്റ്ററും കൂടെ നമുക്ക് ഈ ഒരു ബോക്സിൽ തന്നെ വിവോ നൽകിയിട്ടുണ്ട്. ബോക്സിൽ വേറെ കണ്ടന്റ് ഒന്നുമില്ല. നമുക്ക് ഫോണൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വാവ്, നല്ല കിടിലൻ ഡിസൈനിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. പർപ്പിൾ കളറാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് മിഡിൽ ഈസ്റ്റ് വേരിയൻ്റ് ആണ്. നമുക്ക് താഴത്തായിട്ട് ചാർജിങ് പോർട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ സ്പീക്കർ ഗ്രില്ല്, സിം ട്രേ, റൈറ്റ് സൈഡിലായിട്ട് വോളിയം റോക്കർ ബട്ടണ്, പവർ ബട്ടണ്, ടോപ്പിൽ സ്പീക്കർ ഗ്രില്ല് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഒന്നും തന്നെയില്ല. ഇവിടെ നമുക്ക് പ്രൊഫഷണൽ പോർട്രേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിങ്ങും കൂടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഡിസൈൻ വൈസ് നല്ലൊരു കിടിലം ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഡ്യുവൽ ക്യാമറ സെറ്റപ്പോട് കൂടിയാണ് ഈ ഒരു ഫോൺ വരുന്നത്. നമുക്കിവിടെ Zayousൻ്റെ ബ്രാൻഡിങ്ങും കൂടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. Zayousമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ക്യാമറ സിസ്റ്റം വിവോ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഓറ ലൈറ്റ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഓറ ലൈറ്റ് OIS പോർട്രേറ്റ് എന്നും കൂടെ ഇവിടെ ബ്രാൻഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. ഫോൺ ജസ്റ്റ് ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. ഡിസൈൻ്റെ കാര്യത്തിൽ നമുക്കൊരു 8 ഔട്ട് ഓഫ് 10 ഈ ഒരു ഫോണിന് നൽകാൻ വേണ്ടി പറ്റുന്നതാണ്. Zeiss ഓൾ മെയിൻ ക്യാമറയാണ് ഈ ഒരു ഫോണിൽ വിവോ നൽകിയിരിക്കുന്നത്. 50 മെഗാ പിക്സലിൻ്റെ OIS സപ്പോർട്ടോട് കൂടിയിട്ടുള്ള Zeiss മെയിൻ ക്യാമറ, 50 മെഗാ പിക്സലിൻ്റെ Zeiss അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, പിന്നെ 50 മെഗാ പിക്സലിൻ്റെ Zeiss ഗ്രൂപ്പ് സെൽഫി ക്യാമറയാണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും വേണ്ട. എല്ലാ ക്യാമറയും 50 മെഗാ പിക്സലിൻ്റെ Zeiss ക്യാമറയാണ് വിവോ ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ക്യാമറ പെർഫോമൻസ് തന്നെ ഈ ഒരു ഫോൺ നമുക്ക് നൽകുന്നുണ്ട്. ഈ ഫോണിൽ നിന്നെടുത്ത കുറച്ച് സാമ്പിൾ ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് കാണാം. നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഫോണിൽ 4K റിയർ ക്യാമറയിലെടുത്ത വീഡിയോ ആണ്. അത്യാവശ്യം നല്ലൊരു സ്റ്റെബിലൈസേഷൻ തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്ന വീഡിയോ ആണ്. 4K 30 FPS ഫ്രണ്ട് ക്യാമറയിലും ഈ ഒരു ഫോണിൽ സപ്പോർട്ടഡ് ആണ്. ഇത് ഈ ഒരു ഫോണിൽ സിനിമാറ്റിക് ഫോർമാറ്റിൽ എടുക്കുന്നതാണ്. അത്യാവശ്യം നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. ഒരു കിടിലം പോർട്രേറ്റ് ക്യാമറ സപ്പോർട്ട് തന്നെ വിവോ ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. ക്യാമറ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം പോർട്രേറ്റിൽ പോയതാണെങ്കിൽ നമുക്കിവിടെ Zayousൻ്റെ കുറച്ച് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. Zeiss സ്റ്റൈൽ ബൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്കിപ്പം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലർ ചെയ്തുകൊണ്ട് നല്ല കിടിലം ബൊക്കെ എഫക്റ്റോട് കൂടിയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതുമാത്രമല്ല Zayousൻ്റെ സിനിമാറ്റിക് വീഡിയോ സപ്പോർട്ടും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. Zeiss പോർട്രേറ്റ് മോഡലിൽ എടുത്ത കുറച്ച് ഫോട്ടോസിൻ്റെ സാമ്പിൾസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നല്ലൊരു കിടിലം പോർട്രേറ്റ് ഫോട്ടോസ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നതാണെന്ന്. Zeiss സിനിമാറ്റിക് പോർട്രേറ്റ് വീഡിയോയും ഈ ഒരു ഫോണിൽ നിന്നും നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്കിപ്പം വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ബൊക്കെയൊക്കെ കൊടുത്തുകൊണ്ട് നല്ലൊരു കിടിലം ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും കിട്ടുന്നുണ്ട്. Zeiss ഫോക്കസ് ട്രാൻസിഷൻ്റെ സഹായത്തോടുകൂടി നമുക്കിപ്പം ഫോക്കസും കാര്യങ്ങളൊക്കെ സ്വിച്ച് ചെയ്തുകൊണ്ട് നല്ല കിടിലം സിനിമാറ്റിക് വീഡിയോ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. സ്റ്റുഡിയോ ക്വാളിറ്റി ഓറ ലൈറ്റ് സപ്പോർട്ടും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. AI 3D സ്റ്റുഡിയോ ലൈറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നല്ല കിടിലം പോർട്രേറ്റ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നമ്മളിപ്പോൾ നൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ വിവോ V40 അത്യാവശ്യം നല്ലൊരു ക്യാമറ സിസ്റ്റം തന്നെയാണ് വിവോ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. Zeiss ഒപ്റ്റിക്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് Zayousൻ്റെ ആ ഒരു ഫോർമാറ്റിലുള്ള ഫോട്ടോസ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സഹായത്തോട് കൂടിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ക്യാമറ സെൻട്രിക് ആയിട്ടുള്ള ഫോൺ നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്തിനായാലും കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഫോൺ തന്നെയാണ് വിവോയുടെ V40. അൾട്രാ സ്ലിം ബോഡിയോട് കൂടിയും ഒരു ലോങ് ലാസ്റ്റിംഗ് ബാറ്ററി സപ്പോർട്ടോട് കൂടിയാണ് ഈ ഒരു ഫോൺ
വരുന്നത്. ഈ ഒരു ഫോണിന്റെ തിക്നെസ് വരുന്നത് 7.58 mm ആണ്. 5500 mAh ഹ്യൂജ് ബാറ്ററിയും ഈ ഒരു ഫോണിൽ വിവോ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു നോർമൽ യൂസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ഫുൾ ഡേ നമുക്ക് ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. 5500 mAh വരുന്ന സെഗ്മെന്റിലെ ഏറ്റവും സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ് വിവോയുടെ V40. ഡിസൈനിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ജെമിനി റിംഗ് ഡിസൈനിലാണ് നമുക്ക് ഈ ഒരു ഫോൺ കാണാൻ വേണ്ടി പറ്റുന്നത്. നമ്മൾ നോർമലി ഇപ്പോൾ കണ്ടുവരുന്ന ഫോണുകളുടെ മോഡലുകളിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാമറ മൊഡ്യൂളാണ് ഇതിൽ വിവോ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം കാണാൻ ഒരു നല്ലൊരു ലുക്കും ഈ ഒരു ക്യാമറ മൊഡ്യൂളിനുണ്ട്. 3D കേർവ്ഡ് ഡിസൈനാണ് ഈ ഒരു ഫോണിൽ വിവോ നൽകിയിരിക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നത് നെബുല പർപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ്. ഈ ഒരു കളറിൽ വിവോ ഫ്ലൂറൈറ്റ് AG ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം വെയിലത്തും കാര്യങ്ങളൊക്കെ വെച്ചാണെങ്കിൽ ഇതിന്റെ കളർ ജസ്റ്റ് ചേഞ്ച് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ജെമിനി റിംഗ് ഡിസൈനോട് കൂടിയിട്ടുള്ള ഈ ഒരു ഫോൺ ഒരു ആസ്തറ്റിക് ഹൈ എൻഡ് ലക്ഷൂറിയസ് ഫീൽ തന്നെ ഈ ഒരു ഫോണിന് നൽകുന്നുണ്ട്. നെബുല പർപ്പിൾ, സ്റ്റെല്ലർ സിൽവർ, മെറ്റിയോർ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള 3 കളറുകളിലായിട്ടാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആകുന്നത്. ബ്ലൂ കളർ ഓൺലി ഓൺലൈനിൽ മാത്രമേ അവൈലബിൾ ആകത്തുള്ളൂ. ഇനി ബാറ്ററിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 5000 mAh ബ്ലൂ വോൾട്ട് ബാറ്ററിയാണ് വിവോ ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുമാത്രമല്ല 80 വാട്ടിന്റെ ഫ്ലാഷ് ചാർജ് സപ്പോർട്ടും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ബോക്സിൽ തന്നെ 80 വാട്ടിന്റെ ചാർജർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി പെർഫോമൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്മൂത്ത് പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. കോൾകോം സ്നാപ്ഡ്രാഗൺ 7 Gen 3 പ്രോസറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് വരുന്ന പ്രോസർ തന്നെയാണ് ഈ ഒരു പ്രോസർ. 12GB റാം സപ്പോർട്ടാണ് ഈ ഒരു ഫോണിൽ വിവോ നൽകിയിരിക്കുന്നത്. 12GB ഇന്റർണൽ റാമും 12GB എക്സ്പാൻഡബിൾ ചെയ്തിട്ട് നമുക്ക് 24GB റാം ഈ ഒരു ഫോണിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. 512GB സ്റ്റോറേജ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ഫോണിനുള്ളത്. ഫൺ ടച്ച് OS 14 സപ്പോർട്ടാണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ്രോയിഡ് വെർഷൻ 14 ആണ്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ അതുകൊണ്ട് ഈ ഒരു ഫോൺ നമുക്ക് നൽകുന്നുണ്ട്. അൾട്രാ ലാർജ് VC സ്മാർട്ട് കൂളിംഗ് സിസ്റ്റവും വിവോ ഈ ഒരു ഫോണിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഹെവി ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആകത്തില്ല. അതുമാത്രമല്ല 50 മന്ത് സ്മൂത്ത് എക്സ്പീരിയൻസ് ഗ്യാരണ്ടി വിവോ ഈ ഒരു ഫോണിന് നൽകുന്നുണ്ട്. ഓഡിയോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് വിവോ ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഫോണിലെ ഓഡിയോ സാമ്പിൾ ഒന്ന് കേട്ട് നോക്കാം. Trust, yeah. No, I don't wanna waste what's left. അത്യാവശ്യം നല്ലൊരു ലൗഡുള്ള ഓഡിയോ സിസ്റ്റം തന്നെയാണ് വിവോ ഈ ഒരു ഫോണിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. 1.5K അൾട്രാ ക്ലിയർ സൺലൈറ്റ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 120 Hz സപ്പോർട്ടും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. 4500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും 1200 നിറ്റ്സിന്റെ ഓവറോൾ ബ്രൈറ്റ്നസും ആണ് വിവോ ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അത്യാവശ്യം സൺലൈറ്റിലൊക്കെ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. മൾട്ടിമീഡിയ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിൽ വിവോ നൽകിയിരിക്കുന്നത്. നമുക്കിപ്പോൾ മൾട്ടിമീഡിയ കൺസെപ്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു വിവോ V40 ഫോണിൽ നിന്നും ലഭിക്കുന്നുണ്ട്. കോംപ്രഹെൻസീവ് കുഷനിങ് സ്ട്രക്ചറാണ് വിവോ ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് താഴത്ത് വീണാലൊന്നും ഈ ഒരു ഫോൺ പൊട്ടത്തില്ല. നമുക്ക് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീണാലൊന്നും ഈ ഒരു ഫോൺ പൊട്ടത്തില്ലെന്നാണ് വിവോ അവകാശപ്പെടുന്നത്. IP68 IP69 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സപ്പോർട്ടും കൂടി ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ലൊരു ഡ്യൂറബിലിറ്റിയോട് കൂടിയാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി കൺക്ലൂഡ് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് ഒരു കിടിലൻ ക്യാമറ സപ്പോർട്ട് കൂടിയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഉള്ള നല്ലൊരു പെർഫോമൻസ് തരുന്ന സ്ലിമ്മസ്റ്റ് ഫോണാണ് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തന്നെയാലും കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് വിവോയുടെ V40. ഫോണിൻ്റെ പ്രൈസിങ്, അവൈലബിലിറ്റി, പ്രീ ഓർഡർ ബെനിഫിറ്റ് ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി നിർത്തുന്നു. ഇതുപോലുള്ള കൂടുതൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ.